ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിൽ വെണ്ടയ്ക്ക ഉപ്പേരിയും ബീറ്റ്റൂട്ട് തോരനും മുട്ട പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയും നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മീനിലോട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 4 വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബീറ്റ്റൂട്ട് തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബീറ്റ്റൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ടേക്ക് ചിരകി വെച്ച തേങ്ങ നമുക്കിതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെണ്ടയ്ക്ക ഉപ്പേരി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ വെണ്ടയ്ക്ക ഇതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഓംലെറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് തയ്യാറാക്കി വെച്ച നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം.
ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മസാല തേച്ച് വെച്ച് നമ്മുടെ മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു വാഴയില വാട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ ഒരു 2 തവി ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ബീട്രൂട്ട് തോരൻ ഒരു സൈഡിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെണ്ടക്ക ഉപ്പേരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കൂടി ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ മീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ഓംലേറ്റ് കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡിയായി. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ദാ അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പൊതിച്ചോറൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.